പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പാഠം വില്യം ഷേക്സ്പിയറുടെ പ്രശസ്തമായ ചരിത്രനാടകമായ ജൂലിയസ് സീസറിനെക്കുറിച്ചാണ്. ജൂലിയസ് സീസറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തായ മാർക്ക് ആന്റണി നടത്തിയ വികാരനിർഭരമായ പ്രസംഗത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗം. ഈ പ്രസംഗം ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം. മാർക്ക് ആന്റണി തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് ബ്രൂട്ടസ് ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഒരേ സമയം അദ്ദേഹം ബ്രൂട്ടസ് സീസറിനെ കൊന്നത് അന്യായമാണെന്ന് പലതവണ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രൂട്ടസ് സീസർ വളരെ ദുരഭിമാനിയായിരുന്നുവെന്നും അത് കാരണമാണ് അദ്ദേഹത്തെ കൊന്നതെന്നുമാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ തന്റെ പ്രസംഗത്തിൽ സീസർ ദുരഭിമാനിയായിരുന്നില്ലെന്ന് സ്ഥാപിക്കാൻ ആന്റണി പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി. സീസർ പാവപ്പെട്ടവർക്കു വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും യുദ്ധത്തിൽ ലഭിച്ച പണം രാജ്യത്തിന് നൽകിയിട്ടുണ്ടെന്നും ആന്റണി പറഞ്ഞു. ഈ ഘട്ടത്തിൽ ആന്റണി സീസറിന്റെ ഇഷ്ടദാനം വായിക്കാൻ ശ്രമിച്ചപ്പോൾ ജനക്കൂട്ടം അത് വായിക്കാൻ നിർബന്ധിക്കുന്നു. ഈ ഇഷ്ടദാനത്തിൽ സീസർ തന്റെ സ്വത്ത് റോമിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതോടെ ആന്റണി ആളുകളുടെ മനസ്സിൽ സീസറിനോടുള്ള സ്നേഹവും ബ്രൂട്ടസിനോടുള്ള ദേഷ്യവും വളർത്തുന്നു. അവസാനം പ്രസംഗത്തിൽ ആന്റണി ജനങ്ങളെ കൊലപാതകർക്കെതിരെ പ്രതികാരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇത് വലിയൊരു കലാപത്തിന് കാരണമാവുകയും ആളുകൾ സീസറിനെ കൊന്നവരെ പിന്തുടർന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു. ഈ പ്രസംഗം ഷേക്സ്പിയറുടെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് എഴുത്തുകാരനെക്കുറിച്ച് അല്പം നോക്കാം. വില്യം ഷേക്സ്പിയർ 1564 ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ അവോണിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു കവിയും നാടകകൃത്തും നടനുമായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ദേശീയ കവി എന്ന നിലയിൽ ബാർഡ് ഓഫ് അവോൺ എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 4 ദുരന്ത നാടകങ്ങൾ ഹാംലെറ്റ്, ഒഥെല്ലോ, കിങ് ലിയർ, മാക്ബത്ത് എന്നിവയാണ്. ലണ്ടനിലെ പ്രശസ്തമായ ഗ്ലോബ് തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ പല നാടകങ്ങളും അരങ്ങേറിയിട്ടുമുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.